ഹായ് എവരിവൺ, വേദഗണിത വേദിക് മാത്സിന്റെ 33-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് നമ്പേഴ്സ് ആണ്. 2 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 നോക്കാം. ഒരു നമ്പറിനെ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ, അതുപോലെ കംപ്ലീറ്റ്ലി 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെക്നിക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നമ്പറിനെ 2 കൊണ്ട് അല്ലെ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിനെ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. അതിനാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന്റെ യൂണിറ്റ് പ്ലേസ്, ഏത് നമ്പർ ആണോ തന്നിട്ടുള്ളത് അതിന്റെ ഒരു യൂണിറ്റ് പ്ലേസ് നോക്കുക. ഈ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 0, 2, 4, 6, 8. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 48 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 48നെ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ യൂണിറ്റ് പ്ലേസ് ചെക്ക് ചെയ്തു. യൂണിറ്റ് പ്ലേസ് 8 ആണ്. യൂണിറ്റ് പ്ലേസ് 8 ആണെങ്കിൽ, അതായത് ഈവൺ നമ്പേഴ്സോ അല്ലെങ്കിൽ 0 ആണെങ്കിൽ എന്തായിരിക്കും, ആ കംപ്ലീറ്റ് നമ്പറും അതായത് 48 എന്ന് പറയുന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 162. യൂണിറ്റ് പ്ലേസ് എന്താണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കാതെ നമുക്ക് പറയാൻ പറ്റും ഈ നമ്പർ എന്താണ്, 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 1020. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്ലേസ് നോക്കുക, 0 ആണ്. 0 ആണെങ്കിൽ എന്താണ്, അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 0, 2, 4, 6, 8 ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പോൾ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2. അതുപോലെ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 കൂടെ ഇതിൽ ചെക്ക് ചെയ്യാം. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്ന് പറയുന്നത് ഒരു നമ്പറിനെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിലെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ആ ഡിജിറ്റ് സമ്മ നമുക്ക് കിട്ടുന്നത് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, ആ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 48. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 48 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം. ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിജിറ്റുകളുടെ സമ്മ നോക്കുക. അതായത് 4 ഉം 8, 4 + 8 അല്ലെ, ഇതാണ് ഡിജിറ്റിന്റെ സമ്മ. അപ്പൊ ഡിജിറ്റ്സിന്റെ സമ്മ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 4 + 8 = 12 ആണ്. നമുക്കറിയാം 12 എന്താണ്, 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് അല്ലെ. 12 4 × 3 ആണ് 12. സോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ 12 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് ഈ 48 എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒന്നുമില്ല. അതിന്റെ ഡിജിറ്റ് സമ്മ നോക്കുക. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 123. ഡിജിറ്റിന്റെ സമ്മ നോക്കുക. നേരിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഡിജിറ്റിന്റെ സമ്മ നോക്കുക. 1 + 2 + 3. 3 + 2 5, 5 + 1 6 ആണ്. നമുക്കറിയാം 6 എന്താണ്, 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 123 എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിവിസിബിലിറ്റി ഓഫ് 2 ഡിവിസിബിലിറ്റി ഓഫ് 3. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. 3 ഒരു എക്സാമ്പിൾ കൂടി വലിയൊരു നമ്പർ എടുത്ത് ചെയ്ത് നോക്കാം. 2841 എടുക്കാം. ഓക്കെ, 2841. ഈ ഒരു നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, 3 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, നേരിട്ട് നോക്കാം. ഡിജിറ്റ് സം ചെയ്ത് നോക്കാം. 2 + 8 + 4 + 1. 2 + 8 + 4 + 1 എന്ന് പറയുന്നത് 2 + 8 10 ആണ്. 10 + 4 14 ആണ്. 14 + 1 എന്ത് കിട്ടും, 15 കിട്ടും. നമുക്കറിയാം 15 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. Therefore 2841 എന്ത് തന്നെയായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇതാണ് ഡിവിസിബിലിറ്റി ഓഫ് 2 ഡിവിസിബിലിറ്റി ഓഫ് 3. ഈ ഒരു ക്ലാസ്സിൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2 ഉം 3 ഉം. 2 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, യൂണിറ്റ് പ്ലേസ് നോക്കുക. യൂണിറ്റ് പ്ലേസ് 0, 2, 4, 6 അതായത് ഈവൻ നമ്പർ അല്ലെങ്കിൽ 0 വരുവാണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഇനി 3 ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഡിജിറ്റിന്റെ സമ്മ നോക്കുക. ഫോർ എക്സാമ്പിൾ 93 അല്ലെങ്കിൽ 63,
ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 63 നോക്കി കഴിഞ്ഞാൽ എന്താണ്, 93 നോക്കി കഴിഞ്ഞാൽ എന്താണ്, 63 എടുത്തു കഴിഞ്ഞാൽ 6 + 3 9 ആണ്. 9 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് ആ നമ്പർ എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 2 ഡിവിസിബിലിറ്റി ഓഫ് 3 ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു റൂളുമായിട്ട് കാണുന്നത് വരെ ബൈ.